പുതുമഴയായി വന്നു നീ കാണുന്നുണ്ടോ എന്നെ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരത്തെ ഞാൻ പ്രേതമായിരുന്നില്ലേ? ഓക്കെ, സാരല്ല. അപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കണം. So the data given in the table shows a relation between volume and temperature. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. ആലോചിക്കടാ. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേഷൻ. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേഷൻ. എടാ, ഞാൻ പഠിച്ചായിരുന്നു ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇവിടെ പ്രഷർ വോളിയം ആണ്. അപ്പൊ ബോയിൽസ് ലോ അല്ല. അടുത്ത ഞാൻ ചാൾസ് ലോ പഠിച്ചത് എന്താ? ഈ ക്വസ്റ്റ്യൻ കാണുന്നില്ല. ചാൾസ് ലോയിൽ ഞാൻ പഠിച്ചത് എന്താ? ചാൾസ് ലോയിൽ ഞാൻ പഠിച്ചു MT. ഞാൻ ചാൾസ് ലോ മറന്നുപോയല്ലോ. എങ്ങനെയായിട്ട് MT വാസുദേവൻ നായർ 5 PM PM. എല്ലാത്തിലും വോളിയം ഉണ്ട്. വോളിയം, പ്രഷർ, മാസ്, പിന്നെ ആരില്ലാത്ത ടെമ്പറേച്ചർ. വോളിയം പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. അപ്പൊ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം പറയുന്നത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ വോളിയവും വോളിയവും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇത് എന്ത് ലോയാണ്? ഇത് ചാൾസ് ലോ. ഹലോ, എന്ത് ലോയാണ്? ചാൾസ് ലോ ആണ്. ഓക്കെ. ഓഫ് എ ഡെഫിനിറ്റ് മാസ്, കോൺസ്റ്റന്റ് മാസ് എന്ന് പറയുന്നുണ്ട്, പ്രഷറും കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം PM. പ്രഷറും മാസും കോൺസ്റ്റന്റ്. അതായത് ലോയാ? അത് ചാൾസ് ലോയാ. ഓക്കെ. സോ ഇവിടെ വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, V/T ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് കോഴ്സ് ലോയിൽ പറയാവുന്ന കാര്യം എന്താ? ഇതിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി V=K/T നമ്മൾ എഴുതും. ഈ Kനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു ടീനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ V/T കോൺസ്റ്റന്റ് എന്ന് എഴുതും. ഇതിനർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. വിയും ടിയും കൂടെ എപ്പോൾ ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് V Tയും ചേഞ്ച് ചെയ്താലും കിട്ടുന്ന ആൻസർ ചേഞ്ച് ചെയ്യൂല. വിയും ടിയും ചേഞ്ച് ചെയ്താലും കിട്ടുന്ന ആൻസർ ചേഞ്ച് ചെയ്യൂല. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ 600 ml വോളിയവും 300 ml ടെമ്പറേച്ചറുമാണ്. V/T എന്ന് പറഞ്ഞാൽ എക്സാ. എടാ, നമുക്ക് അറിയേണ്ട V/T കണ്ടുപിടിക്കാൻ വേണ്ടി V എത്ര? 600. T എത്ര? 300. 600/300 0 0 0 3 1 6 2. എത്ര കിട്ടി? 2. ആ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 2 അല്ലേ? ആൻസർ എത്ര? ആൻസർ എത്രടാ? ആൻസർ 2 അല്ലേ? ഇങ്ങനാണ് ഒരു ആവറേജ് സ്റ്റുഡന്റ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് എങ്ങനെ ചെയ്യുന്നത് അറിയാമോ? എടാ, V/T എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ V/T എവിടെ ഉണ്ടെങ്കിലും അത് തന്നെയല്ലേ സെയിം. ഇവിടെ V/T 2 തന്നിട്ടില്ലേ? അപ്പൊ ഇവിടെയും 2 ആയിരിക്കും എന്നാണ് ഒരു എക്സ്ട്രാ ബില്യൺ സ്റ്റുഡന്റ് ആലോചിക്കുക. എടാ, V/T എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ V/T എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇവിടെ V/T 2 തന്നിട്ടില്ലേ? അപ്പൊ ഇവിടെ 2 ആയിരിക്കും. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും? 2 ആയിരിക്കും. V/T മാറൂല. V/T കോൺസ്റ്റന്റ്. പ്രഷറിന്റെ വോളിയത്തിന്റെ കേസിലാണെങ്കിൽ PV കോൺസ്റ്റന്റ്. P × V K ആയിരിക്കും കിട്ടുക. അത് മാറൂല. അപ്പൊ എക്സ്ട്രാ ബില്യൺ സ്റ്റുഡന്റ്. ഓക്കെ. അടുത്ത എടാ, 600/300 ചെയ്യുമ്പോൾ 2 കിട്ടും. ഇവിടെ ചോദിക്കും ചോദ്യം 800. ഇവിടെ Y. V/T എത്ര കിട്ടി? 2. അതായത് V/T. V എന്ന് പറഞ്ഞാൽ 800/T. എത്ര? T എന്ന് പറഞ്ഞാൽ Y 600 =2 എന്നാ കിട്ടി. അങ്ങനെയാണെങ്കിൽ T എന്താന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എടാ, വൈയുടെ വാല്യൂ അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ വൈനെ. ഈക്വൽ സൈൻ അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? Y ഇൻറ്റു ആവും. അപ്പൊ 800 = 2 × Y എന്ന് കിട്ടും. ആണോ? ഇനി ഈ Y അല്ലേ കണ്ടുപിടിക്കണം. വൈനെ ഒറ്റയ്ക്കാക്കണം. അതിനെ എങ്ങനെ ഒറ്റയ്ക്കാക്കാം? ഇൻറ്റു 2നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? 800/2 = Y. ദാറ്റ് ഈസ് Y = 400 എന്ന് കിട്ടും. കിട്ടി. ഓക്കെ. വിച്ച് ഗ്യാസ് ലോ ഈസ് അപ്ലൈഡ് ഹിയർ? ഏത് ഗ്യാസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്? ഏത് ഗ്യാസ് ലോ ഇത്? ഏത് ഗ്യാസ് ലോ? ഇത് ചാൾസ് ലോ. ബോയിൽസ് ലോ ആണോ? അല്ലല്ല. ബോയിൽസ് ലോ ആണെങ്കിൽ തലതിരിഞ്ഞ ലോയാ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി. അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ എ സൺലൈറ്റ്. ഇറ്റ് വിൽ ബർസ്റ്റ്. ഗീവ് റീസൺ. വളരെ സിമ്പിൾ. ഒരു ബലൂൺ. എനിക്ക് ബലൂൺ വരയ്ക്കാൻ അറിഞ്ഞു കേട്ടോ. എന്നാലും ഞാൻ വരയ്ക്കാം. ഒരു ബലൂണിനെ ഞാൻ സൺലൈറ്റിൽ വെക്കുന്നു. സൺലൈറ്റ്.
സോപ്പ് പൊടിയാണോ? അല്ല, വെയിൽ, സൺലൈറ്റ്. അപ്പോ ഒരു ബലൂൺ എന്ന് പറയുമ്പോൾ അതിനൊരു വോളിയം ഉണ്ട് അല്ലെ, ഒരു സൈസ് ഉണ്ട് ബലൂൺ. ഓക്കെ, സോ ബലൂണിനെ ഞാൻ ബേസിക്കലി സൺലൈറ്റിനകത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബലൂണിനെ നമ്മൾ സൺലൈറ്റിനകത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബലൂണിനകത്ത് ടെമ്പറേച്ചർ കൂടും. ബലൂണിനകത്ത് ടെമ്പറേച്ചർ കൂടും. ഇവിടെ എന്താ പറയുന്നത്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിന് എന്ത് പറ്റുന്നു അത് തന്നെ വോളിയം സംഭവിക്കും. വോളിയം എന്ത് പറ്റുന്നു ടെമ്പറേച്ചറിന് സംഭവിക്കും. അതായത് നമ്മൾ വെയിലടിക്കും തോറും ബലൂണിനകത്തുള്ള ടെമ്പറേച്ചർ കൂടും. എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. അക്കോർഡിംഗ് ടു ചാൾസ് ലോ ടെമ്പറേച്ചർ കൂടിയാൽ എന്തും കൂടും? വോളിയവും കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ തുമ്മലും പോയി. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വോളിയവും എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ സോറി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടും? വോളിയവും കൂടും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബലൂണിന്റെ സൈസ് എന്ത് ചെയ്യണം? കൂടണം. ബലൂൺ നമുക്കറിയാം ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വലുതാവാൻ പറ്റില്ല. ബലൂൺ ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വലുതാവാൻ പറ്റില്ല. അപ്പൊ ബലൂണിന്റെ സൈസ് ഇത്രയാണ്. ടെമ്പറേച്ചർ കൂടുന്ന വെച്ചാൽ ബലൂൺ എന്ത് ചെയ്യും? വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പരിധി കൂടുതൽ വലുതാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പൊട്ടിക്കും. ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ ബലൂൺ വോളിയം കൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? വലുതായി, പക്ഷെ പൊട്ടിപ്പോകും. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. When an inflated balloon is kept at sunlight, its temperature increases. According to Charles' law, when temperature increases, volume also increases. This will leads to bursting of the balloon. ഇതാണ് ബലൂണെ ബേസ്റ്റ് ചെയ്യാൻ കാരണം. ഒന്നുകൂടെ പറയാം. അക്കോർഡിംഗ് ടു ചാൾസ് ലോ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ചാൾസ് ലോ പ്രകാരം എന്താ? ചാൾസ് ലോ പ്രകാരം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. അപ്പോൾ വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂൺ, എ ബലൂൺ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് increases temperature. As a result, volume also increases. So, balloon will burst. Simple. 2 മാർക്ക് ക്ലോസ്. 4 മാർക്ക്. 4 മാർക്ക് ക്ലോസ്. 2023 മാർച്ച് SLC എക്സാമിൽ ചോദിച്ചു. നെക്സ്റ്റ് പ്ലീസ്. എ ഗ്യാസ് kept in a cylinder A. ഒരു സിലിണ്ടർ എ ഉണ്ട്. ഓക്കെ, സിലിണ്ടർ എയിൽ കുറച്ച് ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഗ്യാസ് ഇരുന്നോട്ടെ. ഹാവിങ് വോളിയം 5 ലിറ്റർ. അതിന്റെ വോളിയം 5 ലിറ്റർ ആണ്. ഓക്കെ, 4 atm പ്രഷർ. അതിന്റെ പ്രഷർ 4 atm ആണ്. atm എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പ്രഷറിന്റെ യൂണിറ്റ് ആണ് atm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ടു. ഇതിനടുത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? സിലിണ്ടർ ബി. സിലിണ്ടർ ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സിലിണ്ടർ ബിയുടെ പ്രത്യേകത എന്തോ? സിലിണ്ടർ ബി 10 ലിറ്റർ വോളിയം. വലിയ അണ്ടാണ്. 10 ലിറ്റർ വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. രണ്ടിന്റെയും ടെമ്പറേച്ചർ സെയിം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ 5 ലിറ്റർ ഇരുന്ന ഗ്യാസിനെ ഞാൻ എടുത്ത് 10 ലിറ്ററോട്ട് മാറ്റി. ഫസ്റ്റ് എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ്? ഇപ്പോഴത്തെ ഗ്യാസിന്റെ വോളിയം എത്ര? ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഏത് പാത്രത്തിലാണോ ഗ്യാസ് ഇരിക്കുന്നത് ആ ഗ്യാസ് പാത്രത്തിന്റെ വോളിയമാണ് ഗ്യാസിന്റെ വോളിയം. ഇപ്പൊ ഗ്യാസിന്റെ വോളിയം 10 ലിറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് പ്രഷർ തന്നിട്ടില്ല അല്ലെ. ഇവിടെ 4 atm തന്നിട്ടുണ്ട്. ബിയിൽ പ്രഷർ തന്നിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻ സിലിണ്ടർ ബി? സിലിണ്ടർ ബിയിലെ ഗ്യാസിന്റെ വോളിയം എത്ര? 10 ലിറ്റർ. 10 ലിറ്റർ ആൻസർ കിട്ടി. വാട്ട് വിൽ ബി ദ പ്രഷർ ഓഫ് സിലിണ്ടർ ബി? ഇവിടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് തന്നിട്ടുള്ളത്? ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ വോളിയം തന്നിട്ടുണ്ട്, ഇവിടെ വോളിയം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ പ്രഷർ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലെ. രണ്ടിടത്തെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എം ടി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എവിടെ? ബോയിൽസ് ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എവിടെ? ബോയിൽസ് ലോ തലതിരിഞ്ഞവനാണ്. എന്താണ് ബോയിൽസ് ലോ പറയുന്നത്? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയണം, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടണം. ഇവിടെ 5 ലിറ്റർ ഇത് 10 ലിറ്ററോട്ടല്ലേ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ വോളിയം കൂടി, പ്രഷർ എന്ത് ചെയ്യും? കുറയണം. എത്ര കുറഞ്ഞു ചോദിക്കുന്നത്? കറക്റ്റ് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതണം. എന്താണ് ഇതിന്റെ ഇക്വേഷൻ? ഇതിന്റെ ഇക്വേഷൻ എന്താ? പി വി ഈക്വൽ ടു കെ എന്നല്ലേ? ഇതിന്റെ ഇക്വേഷൻ പി വി ഈക്വൽ ടു കെ എന്നല്ലേ? അല്ലേ? നാം വേറെ ഇക്വേഷൻ പഠിപ്പിച്ചെന്നായിരുന്നല്ലോ. P1V1 ഈക്വൽ ടു P2V2. നമുക്ക് തൽക്കാലം എന്താ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി P1V1 എന്താണ്? P2V2 എന്നാണ്. P1V1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷനിലുള്ള പ്രഷർ വോളിയം. P2V2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷനിലുള്ള പ്രഷർ വോളിയം. ആദ്യത്തെ കണ്ടീഷനിൽ എന്താ പ്രഷർ വോളിയം? P1 എത്ര നോക്ക്. ഇതല്ലേ P1. 4 atm. V1 5 ലിറ്റർ. ഇവിടുത്തെ P, അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ. ഇവിടുത്തെ P തന്നിട്ടില്ല. സോ P2 തന്നിട്ടില്ല.
ഞാൻ അതിൽ എക്സ് എന്ന് വിളിക്കാം. അറിയാത്ത ആൾക്കാർ നമ്മൾ എക്സ് എന്നല്ലേ വിളിക്കാം, വെറുതെ ചുമ്മാ. അല്ലെ ഞാൻ P2 എന്നങ്ങ് വിളിക്കാം. എക്സ് ഒന്നും വേണ്ട, P2 എന്നങ്ങ് വിളിക്കാം. ഓക്കെ. V2 തന്നിട്ടുണ്ടോ? എത്ര തന്നിട്ടുണ്ട്? V2 10 ലിറ്റർ. ഇക്വേഷൻ അങ്ങോട്ട് P1 V1 ഈക്വൽ ടു P2 V2. P1 എത്ര? 4 ഇൻറ്റു P1 എത്ര? 5 ഈക്വൽ ടു P2 എത്ര? P2 ഇൻറ്റു V2 എത്ര? 10. എന്ത് വരുടാ? 4 ഇൻറ്റു 5 20 ഈക്വൽ ടു P2 ഇൻറ്റു 10 അല്ലെ? അപ്പൊ P2 കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 10 അപ്പുറം കൊണ്ട് ഇൻറ്റു 10 അപ്പുറം കൊണ്ട് എന്തോ ഡിവൈഡ് ബൈ 10. 20/10 ഈക്വൽ ടു P2. 0 0 വെട്ടിപ്പോയി. സോ P2 ഈക്വൽ ടു 2 ATM എന്ന് കിട്ടി. നോക്കടാ, കുറഞ്ഞില്ലേ? നോക്കടാ, നമ്മളെ ലോ കറക്റ്റ് അല്ലേ? കുറഞ്ഞില്ലേ? ഇവിടെ 4 ATM. വോളിയം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോ കൂടി, ഇപ്പൊ പ്രഷർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോ കുറഞ്ഞു. 2 ATM. സോ ദ ആൻസർ ഈസ് നോട്ട് ചെയ്യടാ 2 ATM. അയ്യോ സോറി, 2 ATM. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സിറ്റുവേഷൻ? ഏത് ഗ്യാസ് ലോ ആണ് ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എന്നെ കാണാവോ? ഓക്കെ. സോ എ ആൻഡ് ബി റെപ്രസെന്റ് 2 ഗ്യാസ് സിലിണ്ടേഴ്സ്. എയും ബിയും 2 ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. എയും ബിയും 2 ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. സോ the gas in the cylinder എയിനകത്ത് ഉണ്ടായിരുന്ന ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ടു സിലിണ്ടർ ബി. എയിലിരുന്ന സകലമായ ഗ്യാസിനെ എടുത്ത് ഞാൻ ബിയിലോട്ട് ഇട്ടു. ഓക്കെ. കമ്പയർ ദ ഗ്യാസ് പ്രഷർ ഇൻ സിലിണ്ടർ എ ആൻഡ് സിലിണ്ടർ ബി. സിലിണ്ടർ എയിലെയും സിലിണ്ടർ ബിയിലെയും ഗ്യാസ് പ്രഷർ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കുറച്ച് വലിയ പാത്രമല്ലേ, അപ്പൊ ഇതിന്റെ വോളിയം കൂടുതലായിരിക്കും. ഇത് കുറച്ച് ചെറിയ പാത്രമല്ലേ, ഇതിന്റെ വോളിയം കുറവായിരിക്കും. സിമ്പിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രഷറും വോളിയത്തിന്റെ കാര്യമല്ലേ ചോദിച്ചേക്കുന്നത്? നമുക്ക് കമ്പയർ ദ ഗ്യാസ് പ്രഷർ. കമ്പയർ ദ ഗ്യാസ് പ്രഷർ. പ്രഷറിന്റെ വോളിയത്തിന്റെ ബന്ധം എന്താ? പ്രഷർ അല്ല സോറി, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും. സോ വോളിയം കൂടിയ പാത്രത്തിൽ പ്രഷർ കുറവായിരിക്കും, വോളിയം കുറഞ്ഞ പാത്രത്തിൽ പ്രഷർ കൂടുതലായിരിക്കും. സിമ്പിൾ. സോ സിലിണ്ടർ എ ഹാസ് ലെസ് പ്രഷർ ആൻഡ് സിലിണ്ടർ ബി ഹാസ് മോർ പ്രഷർ. ഓക്കെ. സോ വിച്ച് ഗ്യാസ് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്? പ്രഷറും വോളിയത്തിന്റെ കാര്യം പറഞ്ഞ ഏത് ഗ്യാസ് ലോ ആണ്? അത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ. 10 ലിറ്റർ ഓഫ് ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ അറ്റ് 2 ATM പ്രഷർ. ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? അപ്പൊ ഞാൻ P1 എന്നും V1 എന്നും വിളിക്കാം. 10 ലിറ്റർ ഇവിടെ വോളിയം ആണ് പറഞ്ഞത്. സോ V1 10 ലിറ്റർ ഓഫ് എ ഗ്യാസ് ഈസ് കെപ്റ്റ് അറ്റ് എ സിലിണ്ടർ 2 ATM പ്രഷർ. 2 ATM പ്രഷറിനകത്താണ് വെച്ചത്. അപ്പൊ P1 2 ATM. നമുക്കിത് വരയ്ക്കുകയും കൂടെ ചെയ്യാം. ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിനകത്ത് 10 ലിറ്റർ ഗ്യാസ് ഉണ്ട്, അതിനകത്ത് 2 ATM പ്രഷറിലാണ് അത് വെച്ചത്. ഓക്കെ. സോ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അടഗൊമ്മാളെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി എന്ന് പറയുമ്പോൾ എനിക്ക് പിടി കിട്ടി. എന്ത് ലോ ആയത്? ഇത് ബോയിൽസ് ലോ. ഓക്കെ. ദ ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ടു 20 ലിറ്റർ. ഈ ഗ്യാസിനെ ഞാൻ സകലമാനം എടുത്തിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? 20 ലിറ്ററിന്റെ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. വാട്ട് ഈസ് ദ ന്യൂ പ്രഷർ? ഇവിടുത്തെ പുതിയ പ്രഷറാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? V2 തന്നിട്ടുണ്ട്. സോ ഏത് ഇക്വേഷൻ എന്താ? P1 V1. ബോൾസിലാണെങ്കിൽ ഏത് ഇക്വേഷൻ? P1 V1 ഈക്വൽ ടു V2 V2. ചാർട്സിൽ വരുന്നില്ല. V1/T1 ഈക്വൽ ടു V2/T2. സോ ശ്രദ്ധിക്കാം. P1 എന്ന് പറഞ്ഞാൽ 2 ATM ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ഈക്വൽ ടു P2 നമുക്ക് അറിഞ്ഞൂടാ ഇൻറ്റു V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 തന്നിട്ടുണ്ടല്ലോ, V2 20. ഒരു ലിറ്റർ V2 എന്ന് പറഞ്ഞാൽ 20. ഓക്കെ. സോ 2 ഇൻറ്റു 10 20 ഈക്വൽ ടു P2 ഇൻറ്റു 20. സോ P2 ഇൻറ്റു 20 അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 20. P2 ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 20. ദാറ്റ് ഈസ് 1 ATM. എത്ര കിട്ടി? 1 ATM എന്ന് കിട്ടി. എത്ര കിട്ടി? 1 ATM എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ. അടകുമ്പാളെ. വേറെ വല്ലതും ഉണ്ടോ? യെസ്. വോളിയവും ടെമ്പറേച്ചറിന്റെ ക്വസ്റ്റ്യൻ. Pressure is kept constant. MT വാസുദേവൻ നായർ 5 PM. പ്രഷർ കോൺസ്റ്റന്റ് ആവുന്ന എവിടാടാ? ചാൾസിലോ. ഓക്കെ. സോ വോളിയവും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ് തന്നിരിക്കുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ.
ക്വസ്റ്റ്യനില് നമ്മൾ നേരത്തെ ചെയ്തില്ലേ P1 V1 ഈക്വൽ ടു P2 V2, ഇതേപോലെ നമുക്ക് V1/T1 ഈക്വൽ ടു V2/T2 ക്വസ്റ്റ്യനും വരാം. ഇതേപോലെ വോളിയം ടെമ്പറേച്ചർ തരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വാല്യൂ തരാം. ചിലപ്പോൾ ഇങ്ങനെ പറയും, ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, ഡിഗ്രി സെൽഷ്യസിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യണം, അതിനെ കെൽവിനിലാക്കണം ആദ്യം. അതെങ്ങനെ കെൽവിനിലാക്കുന്നത്? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് എങ്ങനെ ആക്കുന്നത്? ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ കെൽവിനിലോട്ട് ആക്കുന്നത്? ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂവിന്റെ കൂടെ ഒരു 273 ആഡ് ചെയ്താൽ മതി. 273 ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങളത് പറയാണ്, ക്വസ്റ്റിനിൽ പറയാണ് 0 ഡിഗ്രി സെൽഷ്യസ്, അത് നിങ്ങൾ കെൽവിനിലാക്കാൻ വേണ്ടി 0 പ്ലസ് 273 ചെയ്താൽ മതി. എത്ര കിട്ടും? 273 കെൽവിൻ ആവും. നിങ്ങളത് പറയാണ്, ക്വസ്റ്റിനിൽ പറയാണ് 23 ഡിഗ്രി സെൽഷ്യസ്, 23 ഡിഗ്രി സെൽഷ്യസ്, അതിന് നിങ്ങൾ എങ്ങനെ കെൽവിനിലാക്കും? 23 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എത്ര കിട്ടൂടാ? 6 9 296 കിട്ടും. അല്ലല്ലോ, അല്ല സോറി 273 പ്ലസ് 23 എത്ര കിട്ടും? 6 7 2 9 കറക്റ്റാ. 296 ഡിഗ്രി, സോറി 296 കെൽവിൻ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഡിഗ്രി സെൽഷ്യസിലാണ് വാല്യൂ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അതിനെ നിങ്ങൾ എന്തിലാക്കണം? കെൽവിനിലാക്കണം. അത് മറന്നു പോകരുത് ചേട്ടാ. അത് മറന്നു പോയി കഴിഞ്ഞാൽ ആൻസർ മൊത്തം തെറ്റിപ്പോകും ചേട്ടാ. അപ്പൊ അത് മറന്നു പോകരുത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. വോളിയം 500 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 100 തന്നിട്ടുണ്ട്. വോളിയം 1000 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടില്ല. വോളിയം y തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 300 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ V/T എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റാ. അതായത് ഞാൻ ഇവിടെ ഒരു കോളം ഉണ്ടാക്കാന്ന് വിചാരിച്ചോ, V/T. ആ V/Tയുടെ വാല്യൂ ഇവിടെ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ V/Tയുടെ വാല്യൂ ഇവിടെ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഇവിടെ വോളിയവും ടെമ്പറേച്ചറും അല്ലേ, ഇവിടെ പ്രഷറും വോളിയം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ എന്ത് കോളം ഉണ്ടാക്കണ്ടേ? P × V ഈക്വൽ ടു K എന്ന് പറഞ്ഞ കോളം. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ വോളിയം ടെമ്പറേച്ചർ ആനെ കൊണ്ടാണ് ഞാൻ V/T എന്ന് പറഞ്ഞ കോളം ഉണ്ടാക്കിയത്. പ്രഷറും വോളിയം ആയിരുന്നെങ്കിലോ P × V എന്ന് പറഞ്ഞ കോളം ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോ V/Tയുടെ കോളം ഉണ്ടാക്കാം. V/T. ഓക്കെ, V/T. ഓക്കെ, V/T പറ. V/T എത്ര? V/T 500 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 5 കിട്ടും. ബാക്കി ഞാൻ പറഞ്ഞു തരണോ? എടാ മണ്ട ബുദ്ധികളെ, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. അതായത് V/T എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞില്ലേ, V/Tയുടെ വാല്യൂ മാറൂല. അപ്പൊ ഇവിടെ എത്ര വാല്യൂ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. V/T എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അതായത് ഉണ്ണി, ഈ 1000-നെ എക്സ് V/T 1000-നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താലും എനിക്ക് എത്ര തന്നെ കിട്ടണം? 5 തന്നെ കിട്ടണം. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. 1000-നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് എത്ര കിട്ടണം? 5 കിട്ടണം അല്ലെ? അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തേക്കുന്ന എക്സിനെ മുകളിൽ കൊണ്ടുപോകാം. അപ്പൊ എന്താവും? 1000 ഈക്വൽ ടു ഡിവൈഡ് ചെയ്തേക്കുന്ന എക്സിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആകും. 5 × എക്സ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 5-നെ അപ്പുറം കൊണ്ടുപോകാം. 1000 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു എക്സ്. 1000 ഡിവൈഡ് ബൈ 5 എത്ര? 200. സോ എക്സിന്റെ വാല്യൂ 200. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, V/T ചെയ്ത എത്ര കിട്ടണം? 5 കിട്ടണം. V എത്ര? Y ഡിവൈഡ് ബൈ T എത്ര? 300. എത്ര കിട്ടണം? 5 കിട്ടണം. അപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 300-നെ അപ്പുറം കൊണ്ടുപോവാം. അപ്പൊ എന്ത് കിട്ടും? V ഈക്വൽ ടു 5 × 300. 5 × 3 15. 1500. സോ വൈയുടെ വാല്യൂ എത്ര കിട്ടി? വൈയുടെ വാല്യൂ 1500 കിട്ടി. Okay, find the values of x and y. കണ്ടുപിടിച്ചടോ. What is the relation between the volume and temperature of a gas? Volume is directly proportional to temperature. Okay. Which gas law is related to this? ഏത് gas law ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? Charles law, Avogadro's law, Boyle's law. അടുത്ത last question. The data obtained from different gases kept at the same temperature and pressure. Constant temperature and pressure. MT,
PM MT വാസുദേവൻ നായർ 5 PM PT ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് എവിടാ? അവഗാഡ്രോസ് ലോ. സോ ഈ ക്വസ്റ്റ്യനില് എന്തിനെ പറ്റിയാ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് അവഗാഡ്രോസ് ലോനെ പറ്റിയാണ്. ഓക്കെ ആയിക്കോട്ടെ. അവഗാഡ്രോസ് ലോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. വീഴരുത്, അതെല്ലാം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. നമ്മൾ നോക്കേണ്ടതാ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും മാത്രം. നമുക്കറിയാവുന്ന കാര്യം എന്താ? വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? അതിനർത്ഥം എന്താ? വോളിയം കൂടിയാൽ നമ്പർ ഓഫ് മോളിക്യൂളും കൂടും, വോളിയം കുറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂളും കുറയും. കുറച്ച് കടന്നായി പിടിക്കാൻ പോണേ. വോളിയത്തിന് ഞാൻ 2 കൊണ്ട് ഇൻഡ് ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ 2 കൊണ്ട് ഇൻഡ് ചെയ്യണം. വോളിയത്തിന് ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. വോളിയത്തിന് എന്ത് സംഭവിക്കും? അതിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് സംഭവിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സപ്പോസ് ഞാൻ വോളിയത്തിനെ ഒരു 100 വെച്ച് ഇൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. അതേസമയം നമ്പർ ഓഫ് മോളിക്യൂൾസിനെ എന്താവും? 100 വെച്ച് ഇൻഡു ആവും. വോളിയം കൂടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും, വോളിയം കുറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയും. വോളിയത്തിന് ഒരു 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു അത് തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് സംഭവിക്കണം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം 20 എന്ന് പറഞ്ഞാൽ എക്സ് നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. ഇനി 10 ലിറ്റർ വോളിയത്തിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം 20നെ എന്ത് ചെയ്തപ്പോഴാണ് 10 ആയത്? 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ? 20നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ 10 ആയത്? ആണോ? അപ്പൊ എക്സിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? x/2. ഞാൻ എന്താ പറഞ്ഞേ? വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു അത് തന്നെ എവിടെ സംഭവിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾ സംഭവിക്കണം. 20ന്റെ പകുതി ഇല്ലേ 10? അപ്പൊ എക്സിന്റെ പകുതി ആയിരിക്കും അതിന്റെ ആൻസർ, x/2. 20നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നിനക്ക് എന്ത് കിട്ടിയത്? 10 കിട്ടിയത്. അപ്പൊ എക്സിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അടുത്ത ഇതിന്റെ വാല്യൂ ഇല്ല, പക്ഷെ ഇതിന്റെ വാല്യൂ 2x വന്നിട്ടുണ്ട്. ആലോചിക്കും. എക്സിനെ എന്ത് ചെയ്തപ്പോഴാണ് 2x ആയത്? എക്സിനെ 2 വെച്ച് ഇൻഡ് ചെയ്തപ്പോ. അപ്പൊ ഈ കാണുന്ന 20നെ 2 വെച്ച് ഇൻഡ് ചെയ്താൽ പോരെ? എത്ര കിട്ടും? 40. സിമ്പിൾ. വോളിയത്തിന് എന്ത് ചെയ്യുന്നു അത് തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ചെയ്യാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു അത് തന്നെ വോളിയത്തിനെയും ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മൈൻഡ്. 2 സിറ്റുവേഷൻ. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഞാനൊരു ബലൂൺ എടുത്തിട്ട് അതിനെ മുക്കിക്കൊല്ലാൻ പോവാം. സോ ഒരു ബലൂൺ എടുത്തു, അതിനെ ഞാൻ എന്ത് ചെയ്തു? മുക്കിക്കൊല്ലാൻ പോവാണ്. ബലൂൺ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ താക്കാൻ പോവാം. അപ്പൊ ഒരു ബലൂണിനെ ഞാൻ വെള്ളത്തിൽ ഇൻവേഴ്സ് ചെയ്തപ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞു. സൈസ് കുറയാന്ന് പറഞ്ഞാൽ വോളിയം കുറയാന്നാണ്. സൈസ് കുറയാന്ന് പറഞ്ഞാൽ വോളിയം കുറയാന്നാണ്. അപ്പൊ ഞാൻ ഒരു ബലൂൺ എടുത്തിട്ട് അതിനെ വെള്ളത്തിനകത്തേക്ക് മുക്കിയപ്പോ അതിന്റെ വോളിയം കുറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? ആദ്യം ഞാൻ വേറെ കാര്യം പറയാം. ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക. ആ വാട്ടർ ബോട്ടില് ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രഷർ ഫീൽ ചെയ്യും. അതിന് എന്ത് ഫീൽ ചെയ്യും? പ്രഷർ ഫീൽ ചെയ്യും. വെള്ളത്തിൽ താഴേക്ക് പോകും തോറും പ്രഷർ കൂടും. വെള്ളത്തില് താഴേക്ക് പോകും തോറും പ്രഷർ കൂടും. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് 3 ഓട്ടം ഇടുന്നു. ആദ്യത്തെ ഓട്ടം മുകളിൽ ഇടുന്നു, രണ്ടാമത്തെ ഓട്ടം നടുക്ക് ഇടുന്നു, അടുത്ത ഓട്ടം താഴെ ഇടുന്നു. താഴെ തോട്ടയിൽ നിന്നുള്ള വെള്ളം ദൂരേക്ക് പോകുന്നു, മുകളിലെ തോട്ടയിൽ നിന്ന് കുറച്ച് അടുത്തോട്ട് പോകുന്നു. ഏറ്റവും മുകളിലെ തോട്ടയിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും വെള്ളം പോണേ അല്ലെ? എന്തുകൊണ്ടാണ് താഴെ തോട്ടയിൽ നിന്ന് വെള്ളം ചീറ്റി പോണേ? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ വീട്ടിലെ ടാങ്കുകളെല്ലാം ഓസ് വെച്ചേക്കുന്ന ടാങ്കിന്റെ താഴ്ഭാഗത്താണ്. എന്തുകൊണ്ടായിരിക്കും? കാരണം വെള്ളം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിനകത്ത് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് താഴ്ഭാഗത്താണ്. വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും പ്രഷർ കൂടും. അതായത് ഈ പോയിന്റിൽ പ്രഷർ കുറവും ഈ പോയിന്റിൽ പ്രഷർ കൂടുതലായിരിക്കും. മനസ്സിലായി? വെള്ളത്തിൽ താഴേക്ക് വരും തോറും പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇവിടെ വോളിയം കുറഞ്ഞു എന്നാ പറയുന്നത്. ഞാൻ വെള്ളത്തിലേക്ക് ബലൂണെ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ
ഞാൻ വെള്ളത്തിലേക്ക് ബലൂണിനെ ഇമ്മേഴ്സ് ചെയ്യും തോറും ഈ ബലൂണിനകത്തുള്ള പ്രഷർ എന്ത് ചെയ്യും? കൂടും. ബലൂണിനകത്തുള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അല്ലെങ്കിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്ന് വെച്ചാൽ എന്താ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പൊ ഞാൻ ഒരു ബലൂണിനെ വെള്ളത്തിലേക്ക് താക്കുമ്പോൾ ബലൂണിനകത്തുള്ള പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബലൂണാന്ന് വിചാരിക്കുക, ഞാൻ പ്രഷർ കൂട്ടുമ്പോ ബലൂണിന്റെ വോളിയം എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? അപ്പൊ ബലൂണിനെ ഞാൻ വെള്ളത്തിലേക്ക് താക്കുമ്പോ ബലൂണിനകത്തുള്ള പ്രഷർ കൂടുന്നു. ബലൂണിനകത്തുള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ അതിന്റെ വോളിയം എന്ത് ചെയ്യും? കുറയും. അതാണ് നിങ്ങൾ വോളിയം കുറഞ്ഞു എന്ന് പറഞ്ഞത്. ബലൂണിനെ വെള്ളത്തിലേക്ക് താക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിലേക്ക് മുക്കുന്നു. വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ സൈസ് കുറയും, വോളിയം കുറയും. അടുത്ത, എ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ്. ഒരു ബലൂൺ പെരുപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, വാ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബലൂൺ ഊതുന്നു. ഊതി. അപ്പൊ ഊതുമ്പോ വായ്ക്കകത്തുള്ള മോളിക്യൂൾസ് ബലൂണിനകത്തേക്ക് പോകുന്നു. മോളിക്യൂൾസിന് എണ്ണം കൂടുമ്പോൾ ബലൂൺ വീർക്കുന്നു. ഏതിലോ? അത് ഗ്യാസ് ലോ. In which are the gas laws applicable in this situation? ഈ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആവുന്ന ഗ്യാസ് ലോസ് എന്തൊക്കെ? ഇൻഫ്ലേറ്റഡ് ബലൂൺ വെള്ളത്തിൽ മുക്കുമ്പോൾ സൈസ് കുറയുന്നതിന്റെ കാരണം അതിന്റെ പ്രഷർ കൂടുന്നതിനെ കൊണ്ടാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്ന ഏതാണ്? ബോയിൽസ് ലോ. അതെ, എ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ്. ഒരു ബലൂണിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. അത് ഏത് ലോയാണ്? അവഗാഡ്രോസ് ലോ. Explain the reasons for these changes. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. As we immerse balloon in the water, as we go down in the water, pressure increases. As we know, according to Boyle's law പ്രകാരം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം decreases. So the size of balloon decreases. A balloon is being inflated. As we blow into the balloon, number of molecules inside the balloon increases. As number of molecules inside the balloon increases, its volume also increases. അത്രേ ഉള്ളൂ. അപ്പൊ തൽക്കാലം ഇത് ഇത്രേ ഉള്ളൂ. സോ